യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഇതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട മോളെ. എന്റെ മോളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന് അച്ഛനറിയാം. എന്നാലും അവര് കല്യാണം ആലോചിച്ച് അങ്ങോട്ട് വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതുവരെ എന്നെ നിങ്ങളാരും ഒന്നും അറിയിച്ചില്ലല്ലോ. അച്ഛനെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയാ ഒന്നും പറയാതിരുന്നത്. അച്ഛനോട് ദേഷ്യമൊന്നുമില്ലല്ലോ? ഞാനെന്തിനാ മോളെ നിന്നോട് ദേഷ്യപ്പെടുന്നത്? നീ ഇതൊന്നും ഓർത്തും മനസ്സ് വിഷമിപ്പിക്കരുത്. നിന്റെ ഇപ്പോഴത്തെ മുഴുവൻ ശ്രദ്ധയും നിന്റെ പഠിപ്പിലാണ് വേണ്ടത്. നീ ആഗ്രഹിച്ച പോലെ പഠിച്ച് മിടുക്കിയായി നല്ലൊരു ജോലിയൊക്കെ വാങ്ങിക്കണം. അതിനിടയിൽ ശ്രദ്ധ മാറ്റാൻ ഇങ്ങനെ പല പരീക്ഷണങ്ങളും ജീവിതത്തിൽ ഉണ്ടാവും. അതൊന്നും എന്റെ മോള് ശ്രദ്ധിക്കണ്ട. പിന്നെ നിനക്ക് നല്ലൊരു ജോലിയും സ്ഥാനമാനവും ഒക്കെ ആയാൽ അത് നിനക്ക് മാത്രമല്ല, നിന്റെ കൂടപ്പിറപ്പുകൾക്കും അതൊരു ആശ്വാസവും വലിയ സന്തോഷമായിരിക്കും. അവർക്കെല്ലാം ഒരു ആവശ്യം വന്നാൽ നിനക്ക് അവരെ സഹായിക്കാനും പറ്റും. അതെല്ലാം നിന്റെ മനസ്സിൽ വേണം. അല്ല, അച്ഛൻ എന്താ ആലോചിക്കുന്നത്? ഞാൻ അനുവിന്റെ കാര്യം ആലോചിച്ചതാ. അല്ല, അച്ഛൻ എന്തിനാ അനുനെ തനിയെ അങ്ങോട്ടേക്ക് അയച്ചത്? അതിനെന്താ? അനുചേച്ചി അങ്ങോട്ട് തനിയെ പോകുന്നത് തന്നെയാ നല്ലത്. കഴിഞ്ഞ പ്രാവശ്യം അച്ഛൻ കൂടെ ചെന്നിട്ട് അവര് പറഞ്ഞൊക്കെ ഓർമ്മയില്ലേ? അല്ല മോളെ, ഞാനും അനുവിന്റെ കൂടെ ചെല്ലാമെന്ന് പറഞ്ഞതാ. അനുവാണ് എന്നോട് ചെല്ലണ്ടെന്ന് പറഞ്ഞത്. എന്തെങ്കിലും ഒരു കാരണമില്ലാതെ അവൾ അങ്ങനെ പറയില്ല. അതാ ഞാൻ. എന്നാലും എല്ലാം കൂടി ആലോചിച്ചിട്ട്. എന്താ അമ്മ? അത് അനു അവിടെ തനിയെ ചെന്ന് കയറുമ്പോ അവര് അവളോട് എന്തൊക്കെ പറയും, എങ്ങനെ പ്രതികരിക്കും എന്നൊക്കെ ആലോചിക്കുമ്പോ മനസ്സിന് ഒരു സമാധാനവും ഇല്ല മക്കളെ. അവര് ചിലപ്പോ നമ്മളായിട്ട് ഇനി ഒരു ബന്ധവും വെക്കരുതെന്ന് വല്ല കണ്ടീഷൻ വെച്ച് കാണും. അതായിരിക്കും അമ്മാവൻ ചെല്ലണ്ടെന്നാണ് പറഞ്ഞത്. ആർക്കറിയാം? അനുമോളെ ആരും വിഷമിപ്പിക്കാതിരുന്നാ മതിയായിരുന്നു. അത്താഴം എടുത്തു വെക്കട്ടെ? ഞാൻ കഴിച്ചിട്ടില്ല. ഡ്രസ് മാറിയിട്ട് വാ, ഞാൻ കഴിക്കാനെടുത്തു വെക്കാം. നീ എന്താടാ ഷോപ്പിൽ നിന്ന് വന്ന ഉടനെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നേ? എന്താ, എനിക്കിവിടെ ഇരിക്കാൻ പാടില്ലേ? ഡാ, വല്ലതും കഴിച്ചിട്ട് വന്നിരിക്കേ. ആ പാവം പെണ്ണൊന്നും കഴിക്കാൻ നീ വരുന്നത് നോക്കിയിരിക്കുക. അതിന് വല്ലതും കഴിച്ചിട്ട് കിടക്കണ്ടേ? അവനവിടെ നരിക്ക് മുറിഞ്ഞതുപോലെ ഇരിക്കുകയാണല്ലോ മോളെ. എന്തുപറ്റി? എനിക്കറിയില്ല അച്ഛാ, എന്നോടൊന്നും മിണ്ടിയില്ല. ഞാൻ പിന്നെ കഴിക്കാൻ എടുത്തു വെക്കാന്നും പറഞ്ഞ് ഇങ്ങ് പോന്നു. എന്തോ മനസ്സ് വെച്ചിട്ടുള്ള ഇരിപ്പാ. മോള് ഒന്നുകൂടെ ചെന്നവനെ കഴിക്കാൻ വിളിക്കേ. ചെല്ല്.
വിനയേട്ടാ വിനയേട്ടാ കഴിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട്, വന്ന് കഴിക്കൂ. ആ മോളെ, അവൻ പുറത്തുനിന്ന് വല്ലതും കഴിച്ചു കാണും. മോള് പോയി കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്. വേണ്ടെങ്കി അത് വാ തുറന്ന് പറഞ്ഞോടെ അച്ഛാ. ഉച്ചയ്ക്ക് ഇതുപോലെ തന്നെയായിരുന്നു. ഞാൻ ഊണ് വിളമ്പി വെച്ച് വരുമ്പോഴേക്കും ആളൊന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയി. ആണോ? ഉം. എങ്കിൽ അവന്റെ മനസ്സ് കിടന്ന് എന്തോ പുകയുന്നുണ്ട്. ഞാനൊന്ന് നോക്കട്ടെ. എടാ വിനയ, നീ എന്താ ഇങ്ങനെ ആകാശം നോക്കി കിടക്കുന്നേ? ക്ഷീണം കൊണ്ടാണെങ്കിൽ വല്ലതും കഴിച്ച് മുറി പോയി കിടക്ക്. എന്നെ എല്ലാരും കൂടി കിടത്താൻ നോക്കുവാണോ? വിനയൻ അങ്ങനെയൊന്നും കിടന്നു പോകത്തില്ല. നീ എന്തൊക്കെയാടേ പറയുന്നേ? നിന്നോട് ആഹാരം കഴിച്ച് റെസ്റ്റ് എടുക്കാനല്ലേ പറഞ്ഞുള്ളൂ. എനിക്ക് വേണ്ട അവൾ ഉണ്ടാക്കുന്ന ആഹാരം. മനസ്സോടെ അന്നം തന്നാലേ അത് രുചിയോടെ കഴിക്കാൻ പറ്റൂ. ഇവളെ മനസ്സിൽ പ്രായിക്കൊണ്ട് ആഹാരം ഉണ്ടാക്കുന്നത്. എടേ, നീ തന്നെ അങ്ങ് വെട്ടി ഒഴുങ്ങിക്കോ. എനിക്ക് വേണ്ട അവളുടെ ഒരു ആഹാരം. എന്റെ കാൽപ്പാങ്ങിന് പൊക്കോ, ചവിട്ടും ഞാൻ. എന്താ മോളെ, നീ ഒന്നും കഴിക്കാതെ എടുത്തു വെക്കാണോ? ഇല്ലച്ചാ, എനിക്കൊന്നും കഴിക്കാതെ കിടക്കാൻ പറ്റില്ല. എന്റെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാനുള്ളതാ, അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കാനുള്ളതാ. അപ്പൊ ആ ആരോഗ്യം എനിക്ക് വേണമല്ലോ. ഓഹോ, എടാ വിനയ, ആഹാ, ഞാൻ വേണ്ടാന്ന് പറയാൻ കാത്തിരിക്കായിരുന്നു അല്ലടേ വെട്ടി വീഴാൻ. എടി, നിനക്ക് എങ്ങനെ സാധിക്കുന്നടി ഇത്? എന്നെ അവഗണിച്ചോണ്ട് ഈ വീട്ടിൽ തിന്നും കുടിച്ചും ജീവിക്കാൻ? എടാ വിനയ, നീ ഇവളെന്ത് ചെയ്തു നിന്നോട്? ഇവളോ? ഇനി ഇവൾ എന്നോട് എന്താ ചെയ്യാൻ ബാക്കിയുള്ളത്? രാവിലെ പോകുമ്പോ ഞാൻ പറഞ്ഞതാ, ഇനി നമുക്ക് സന്തോഷമായിട്ട് പോവാം, എന്നോട് കുറച്ച് സന്തോഷത്തോടെ പെരുമാറണമെന്ന്. എന്നിട്ട് എന്നോട് മാത്രം തിരിച്ച് സന്തോഷത്തോടെ പെരുമാറാൻ ഇവക്ക് പറ്റുന്നില്ല. ഉച്ചക്ക് വരുമ്പോ അപ്പുറത്തെ സീമ ചേച്ചിയുമായിട്ട് സന്തോഷത്തോടെ ചിരിച്ച് കളിച്ച് നിൽക്കുക. എന്നെ കണ്ടതും മുഖം കറുത്തു. ഞാൻ എന്താടി കാട്ടുപോത്തോ? എന്നിട്ട് മോന്തയെ വീർപ്പിച്ച് പോയി ആഹാരം കഴിക്കും അവള്. ഇപ്പോഴും അതെ. എടി, ഒരാള് ജോലി കഴിഞ്ഞ് വരുമ്പോഴേ സ്നേഹത്തോടെ എന്തെങ്കിലും ഒരു വാക്ക് ചോദിച്ചൂടെ? ഓട്ടന്റെ ജോലി തീർക്കാൻ ആഹാരം എടുത്ത് മേശപ്പുറത്ത് വെക്കും അവള്. വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റക്ക് കുത്തിക്കയറ്റോള്. എടി, എനിക്ക് കിട്ടാത്ത സന്തോഷം നിനക്കും ഈ വീട്ടിൽ വേണ്ട. ഞാൻ ഇന്ന് പട്ടിണിയാ, നീയും പട്ടിണി കിടന്നാ മതി. എടാ വിനയ, നീ എന്താ ഈ കാണിക്കുന്നെ? ചപ്പാത്തി അവളുടെ ചപ്പാത്തി. വിനയ, നീ ഒരു പുല്ല് കഴിക്കണേ. അതില് വേറെ ചപ്പാത്തി കിട്ടോ? നീ പോയി കഴിഞ്ഞിട്ട് അതെടുത്ത് കഴിക്കാൻ വേണ്ടില്ല, ഇത് നീ കഴിക്കണേ. പാലവലാതി. മോളെ, ഇതാ നീ ഇതെടുത്ത് കഴിക്കേ. കഴിക്കേ. എന്താണ് എന്താണ് ഇത്? നിങ്ങൾ കഴിക്കണ്ട കേട്ടോ. എല്ലാരും ഇവിടെ നിന്ന് പട്ടിണി കിടത്താൻ മതി. ഓ, ഇതിലും ഭേദം അതാ. വേണല്ലോ. ഞാൻ ഇത് പട്ടിക്ക് കൊടുക്കും. പട്ടി തപ്പി അടക്കണം. എന്റെ ദൈവമേ, ഇങ്ങനൊരു ജന്മം. എന്തൊക്കെയാ മോളെ ഇവൻ കാണിച്ചു കൂട്ടുന്നേ? അവന്റെ സ്വഭാവം ദിവസം കഴിയുന്തോറും വഷളായിക്കൊണ്ടിരിക്കുകയാണല്ലോ. മോളെ, ഇങ്ങോട്ട് നോക്കിയേ. ജീവിച്ചു പോവാനെങ്കിലും അവന്റെ മുന്നിൽ ചിരിച്ചു കളിച്ച് കാണിച്ചുകൂടെ നിനക്ക്? എങ്ങനെയാച്ചാ?
അറപ്പും വെറുപ്പും ഉളവാക്കുന്ന വാക്കുകൾ കൊണ്ട് നെഞ്ചിലെ കുത്തി മുറിവേൽപ്പിച്ചിട്ട് ചിരിക്കുന്നു പറഞ്ഞാൽ എങ്ങനെ ചിരിക്കാനോ?